ഹേ ഹായ് പീപ്സ്. സോ ഇന്ന് ഞങ്ങൾ തലേന്നത്തെ ക്വസ്റ്റ് ഫെസ്റ്റൊക്കെ അടിച്ചു പൊളിച്ച് നല്ലതുപോലെ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ 1 മണിയായൊരു ദിവസമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റപ്പോഴോ നല്ല വിശപ്പും. എങ്കിൽ പിന്നെ ഇന്ന് എല്ലാവർക്കും കൂടി ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ വന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം പെറുക്കിയെടുത്തു. ഇല്ലാത്തതൊക്കെ ഓഫ് കോഴ്സ് സ്വിഗ്ഗി ചേട്ടനിൽ നിന്ന് ഓർഡറും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആൻഡ് ഇവിടുത്തെ ഷെഫും ദീപാഞ്ജലിയാണ്. ഞാൻ ഇടയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് വീഡിയോ ഫുൾ കാണണം. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങി. കോളിഫ്ലവറും ക്യാരറ്റ്സും കയ്യിലുണ്ടായിരുന്ന എല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്യാരറ്റ് അരിയാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ കാണുന്നില്ല. ഓക്കെ കഴിക്കുന്നു ഗൈസ്. ഇവിടെ ബാക്കി എല്ലാവരും പണിയെടുക്കുമ്പോൾ അവിടെ ചിപ്സ് കഴിക്കുന്നു. ഇവിടെ അടിയാണ് ഗൈസ്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇനി പുതിനയില എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിന എടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിന്റെ മാരിനേഷനിൽ ഇടാനാണ്. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള പുതിനയിലയാണ് നമ്മളിവിടെ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ല, അവരെല്ലാം കൂടെ തന്നെയാണ് കേട്ടോ കട്ടിങ്ങും എല്ലാം ചെയ്തത്. ഞാൻ ചെയ്ത പരിപാടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ടഫായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ദാ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റാണ്. കോളിഫ്ലവർ ഇട്ടു, പുതിനയില ഇട്ടു, പിന്നെ അതേപോലെ ക്യാരറ്റ്സ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് സ്പൈസസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഏലക്ക, കറുവാപ്പട്ട, ഏലക്ക, അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികൾ ഇടുന്നുണ്ട്. അപ്പോൾ ദാ നമ്മൾ ഫുൾ വെജിറ്റബിൾസും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആവശ്യത്തിനുള്ള പച്ചമുളക് മാത്രം എടുക്കുക, കാരണം എരിവ് കൂടിപ്പോയാൽ നല്ലതുപോലെ വെള്ളം കുടിക്കേണ്ടി വരും. സോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും വെജിറ്റബിൾസും ക്യാരറ്റ്, കോളിഫ്ലവർ എല്ലാം കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ദാ കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാരിനേഷൻ പരിപാടി. ദാ മഞ്ഞൾപ്പൊടി ഇട്ടു ഫസ്റ്റ് തന്നെ, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേർഡാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ കേർഡും കൂടെ ഇട്ടതിന് ശേഷം ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഇത് മാറ്റി വെക്കുമെന്നാണ് എൻ്റെ നിഗമനം. കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് സെറ്റാക്കാം കേട്ടോ. പാവം ഞങ്ങളുടെ കുട്ടി ഉണ്ടാക്കുന്ന കണ്ടോ. അത്രയാണ് എടുക്കുന്നത്. കണ്ണിട്ട് വെളുത്തുള്ളി കഴിക്കാറില്ല. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരയ്ക്കാൻ പോവുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളതങ്ങ് അരച്ചെടുത്തു. എന്നിട്ട് അതും കൂടെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ ഇളക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഇടുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈഡ് ഓണിയൻസ് എപ്പോഴായാലും നമ്മുടെ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരാറുണ്ടല്ലോ. നമ്മൾ ബ്രൗൺ ഓണിയൻസ് ബിരിയാണിക്ക് മുകളിൽ ടോപ്പിംഗ്സ് ആയിട്ട് ഉണ്ടാവില്ലേ, അതുപോലെ ആക്കാൻ പോവുകയാണ്. വെരി ഹോട്ട് ഓയിലിൽ ഓണിയൻ ഇങ്ങനെ കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല ഹൈ ഹീറ്റ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്. സോ അതിനകത്ത് കുറച്ച് ഏലക്ക, മുളക് ആൻഡ് 1 സിനമൺ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൈസിന് നല്ലൊരു ഫ്ലേവർ വരും. ഇതൊന്ന് ബോയിലായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. എന്നിട്ടാണ് റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇടുന്നത്. ആ വെള്ളത്തിൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓക്കെ ഗൈസ്, കുക്കിംഗ് ക്ലാസ് ബൈ. കാണിക്കണം ആരാന്ന്. വേണ്ട കൊണ്ടിരിക്കുന്നു അല്ലേ? യെസ്, ഗോൾഡൻ ബ്രൗൺ ആണ് നമുക്ക് വേണ്ട ടെക്സ്ചർ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒണിയൻ ഒരു നല്ലൊരു കളറിന് കിട്ടും. അപ്പോൾ നമ്മൾ ഒണിയൻ സെപ്പറേറ്റ് ചെയ്യും. ഓയിൽ മാത്രം മാറ്റിയിട്ട് ഒണിയൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം.
അങ്ങനെ നമ്മുടെ ഓണിയൻസ് ഒക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്കത് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ വെജിറ്റബിൾ മിക്സ് നമ്മൾ ഇടുന്നത്. ഓക്കെ, വെരി കെയർഫുള്ളി. നമ്മൾ അരി ഇട്ടു കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദാ ഇപ്പത്ത് നമ്മൾ നേരത്തെ ഓയിലിട്ട നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിയാനുള്ള ആൾക്കാരെ തിരക്ക് കണ്ടോ? അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞോ. അപ്പോഴേ ഗൈസ്, ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ആ കുഞ്ഞു കുക്കറിൽ നിന്നും നമുക്കത് വലിയ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇപ്പൊ കിട്ടും. ഇപ്പൊ ഒരു അടി കിട്ടും. നിങ്ങളിത് കാണുന്നുണ്ടോ? പപ്പടത്തോട് ബിരിയാണി ഇടട്ടെ? ഇടണ്ട, അവളിപ്പോ ചൂടാവും. ഇവിടെ നടക്കുന്നതിന്റെ ബഹളമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇത് എടുക്കാനുള്ള സംഭവമൊക്കെ തപ്പുന്നതാണ് ഇതിൻ്റെ പുറകിലത്തെ സീൻ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു. അങ്ങനെ ഞാനത് റിമൂവ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ പപ്പടം മറക്കുകയാണ്. അപ്പം ഞാനിവിടെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് ഇവർ തന്നെന്ന്. അതിനെന്നെ കളിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പൊട്ടറ്റോ പപ്പടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ നമ്മളിവിടെ പപ്പടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാലഡ് പ്രിപ്പയർ ചെയ്യാണ്. സോ ഓണിയൻ, ക്യാരറ്റ് ആൻഡ് കുക്കുംബറും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, വേണ്ടാത്തൊരു ചേർക്കാം. ഇങ്ങനെ നമ്മുടെ സാലഡ് പ്രിപ്പറേഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സാലഡും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജ് ബിരിയാണി, നമ്മുടെ സാലഡ്, പപ്പടം, അച്ചാർ എല്ലാം സെറ്റാണ്. അപ്പോൾ ദാ ഇപ്പം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെജിറ്റബിൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം മാറ്റുന്നുണ്ട്. അപ്പം നേരത്തെ മിക്സാക്കി വെച്ച നമ്മുടെ വെജിറ്റബിൾ ആണ് ഇതിലോട്ട് കിട്ടുന്നത്. ഇനി മുകളിൽ കൂടെ റൈസ് ഇടും. ഓക്കെ, സാധാരണ ദമ്മാണ് ചെയ്യാറ്, പക്ഷെ ഇവിടെ എല്ലാവരും വിശന്നിരിക്കണോണ്ട് ആ ഒരു പ്രോസസ്സിലോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പോയി. അപ്പോൾ പറഞ്ഞ പോലെ ദമ്മിട്ട് ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയും വിശപ്പും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ഇങ്ങനത്തേക്കാക്കി കേട്ടോ. ദമ്മല്ല എങ്കിലും ഒരു ബിരിയാണി സെറ്റപ്പ് ഒന്ന് മിക്സ് ആക്കി എടുത്തു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം കിടിലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾ ബിരിയാണിക്ക് അത്ര ഫാൻസ് ഇല്ലെങ്കിലും പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല കിടിലൻ ടേസ്റ്റാണ്, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അതിന് ഞങ്ങളിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായി നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നമ്മുടെ ബിരിയാണി കഴിഞ്ഞു.